ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോർമലി നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറ്റം പറയുന്ന കുറച്ച് കാര്യങ്ങളെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അതായത് നമ്മുടെ ഒരു ബ്രൈഡിനെ നമ്മൾ കിട്ടിയാൽ നോർമലി ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ അവരെ നമ്മൾ പുട്ടി അടിച്ച് വിടുന്നു, പെയിൻറ് അടിച്ച് വിടുന്നു, വൈറ്റ് കാസ്റ്റ് ആക്കി വിടുന്നു എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോർമലി അറിയാം എന്താണ് സ്കിൻ ടോൺ അനുസരിച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ നന്നായിട്ട് നമുക്കറിയാം. നമ്മളതുപോലെ ചെയ്യുന്നുമുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രൈഡിനെ നമ്മൾ ആദ്യം കിട്ടിയാൽ ഫസ്റ്റ്ലി നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ ഫീച്ചേഴ്സാണ്. ഫീച്ചേഴ്സ് മീൻസ് നമ്മുടെ നോസ്, ലിപ്പ്, അതുപോലെ തന്നെ പിന്നെന്താണ് ഐബ്രോസ്, ഹെയർ, ഇതെല്ലാം നമ്മൾ നോക്കി അവരുടെ നോർമലി ഉള്ള സൗന്ദര്യത്തിന് നമ്മൾ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് കൊടുക്കും. അത് മാത്രമേ ഇവിടെ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് ചെയ്താലും നമ്മളിപ്പോൾ ബിഫോർ കെയർ നല്ല രീതിയിലായിരിക്കും നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മളവരെ സെറ്റ് ചെയ്ത് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ വിടുന്നത്. പക്ഷേ ആഫ്റ്റർ കെയർ അവർ ചെയ്യുന്നില്ല, അത് വേറൊരു കേസ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേക്കപ്പ് ഇട്ട് നമ്മൾ അവിടെ ഫേസ് മാറ്റിക്കളഞ്ഞു, ലുക്കേ മാറ്റിക്കളഞ്ഞു എന്നൊരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും ഒരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരെ ഫീച്ചേഴ്സിനെ നമ്മൾ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നു. നമ്മൾ ആ കണ്ണിൽ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ. അതുപോലെ തന്നെ ഈ നമ്മുടെ ബിഫോർ കെയർ പോലെ തന്നെ മസ്റ്റായിട്ടുള്ളതാണ് ആഫ്റ്റർ കെയർ. അത് മസ്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു മേക്കപ്പ് അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അല്ലാതെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് പ്രൊഡക്ട്സ് മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും ഹോൾഡുള്ള സെറ്റിംഗ് സ്പ്രേ, അത്രയും ഹോൾഡും അതുപോലെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഷൻസും എല്ലാ സാധനങ്ങളായാലും നമ്മൾ അത്രയും ലാസ്റ്റിംഗ് ഉള്ളതാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സൂപ്പർ ഗ്ലോ ഒന്നും വെച്ച് ഒട്ടിച്ച് എന്തായാലും ഈ സാധനങ്ങളൊന്നും വിടാൻ പറ്റത്തില്ല. നമ്മൾ ഈ ബിഫോർ കെയർ പോലെ ചെയ്യുന്നത് കണക്ക് ആഫ്റ്റർ കെയർ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തേ പറ്റൂ. അതെന്തായാലും ബ്രൈഡ്സ് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ഒരുപാട് തെറ്റിദ്ധാരണകൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പം എന്തെങ്കിലും വന്നാൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറ്റം പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ സെറ്റായി അവരപ്പോഴേ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ റബ്ബ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്യുകയോ അവരെന്തെങ്കിലും ചെയ്യും. അപ്പോഴത്തേക്ക് ഈ ഒരു ഫൗണ്ടേഷൻ പോകും. നമ്മൾ എത്രത്തോളം ഒരു ഹോൾഡിങ് ടൈം നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ മസ്റ്റായിട്ട് നമ്മൾ പറയുന്ന ഒരു ബിഫോർ കെയർ പോലെ ആഫ്റ്റർ കെയർ ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ ഇതൊന്നും അവരാരും കേൾക്കാറില്ല. അതൊന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫോട്ടോഷൂട്ടിന് പോകുമ്പോഴത്തേക്കാണ് ഒരുപാടും ഫേസ് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ഒരുക്കി ഷോപ്പിൽ നിന്ന് വിടുകയോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നാണ് ചെയ്യുവാണെങ്കിൽ വീട്ടിൽ വന്ന് ചെയ്തിട്ട് വിട്ടാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ രാവിലെ തൊട്ടേ നമ്മൾ ഒരുങ്ങി തുടങ്ങും. ആ ഒരു സമയം മുതൽ നിങ്ങൾ ഓഡിറ്റോറിയത്തിൽ കയറുന്നതിന് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ മുന്നെയാണ് നമ്മളിൽ നിന്ന് നിങ്ങൾ പോകുന്നത്. ആ ഒരു ടൈമിലേ നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും സമയമെടുത്ത് ചെയ്ത് നിങ്ങളും ഇരിക്കുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഇത്രയും സമയമെടുത്ത് നിൽക്കുന്നു. അപ്പം അതിൻ്റെ എഫേർട്ടും അതിൻ്റെ ആ ഒരു അത്രയും നേരം നിന്ന് ചെയ്തതിൻ്റെ ഒരു ഇതിൽ നമ്മളത്രയും കെയർ ചെയ്താൽ നമുക്ക് അത്രയും നേരം നമുക്ക് എന്തായാലും നമ്മുടെ മേക്കപ്പ് ഇരിക്കും. നമ്മൾ കെയർലെസ് ആണെങ്കിൽ മേക്കപ്പും പോവും. അത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ബ്രൈഡ്സ് ശ്രദ്ധിക്കേണ്ടത് ബിഫോർ കെയർ പോലെ തന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയായിട്ടുള്ള ഈ ഒരു വൈറ്റ് കാസ്റ്റ് ആക്കുന്നു, നമ്മൾ പെയിൻ്റ് അടിച്ചു വിടുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റണം. കാര്യമെന്ന് വെച്ചാൽ അവരുടെ സൗന്ദര്യത്തെ നമ്മൾ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്ത് മറ്റുള്ളവരിൽ കാണിക്കുന്നു. നമ്മുടെ ആ ഒരു 2 days എന്ന് പറഞ്ഞാൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഡേയ്സ് അല്ലേ. അപ്പോൾ ആ ഒരു ഡേയെ നമ്മൾ ഒരിക്കലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഒരിക്കലും കൊളാക്കത്തില്ല. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.